ഇഡിയെ ആക്രമിച്ച കേസിന്റെ ഭാവി എന്തായിരിക്കും? കുറ്റാരോപിതയായ ശ്രീമതി വീണ തായ്ക്കണ്ടിയിലിനെ സംബന്ധിച്ചിടത്തോളം ഇഡിയെ പോലൊരു സെൻട്രൽ ഏജൻസിയുടെ വഴി മുടക്കുക, അത് ഒരു ഈ വീണ തായ്ക്കണ്ടിയിൽ എന്ന് പറയുന്ന കുറ്റാരോപിത അവർ മാത്രമായിരുന്നു ഇഡിയുടെ ലക്ഷ്യമെന്നിരിക്കെ ജനങ്ങളെ മൊബിലൈസ് ചെയ്തു, പാർട്ടി പ്രവർത്തകരെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുക, അവരെ ആക്രമിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക എന്ന തരത്തിൽ ഇഡി എന്ന് പറയുന്ന ഏജൻസിയെ വളരെയധികം അന്വേഷണ വഴിയിൽ പ്രകോപിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. കുറിച്ചു വെച്ചോളൂ ശ്രീ വിനു, അവർ വെറുതെ വിടില്ല. ഞാനിവിടെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയിലും അപ്പലൈറ്റ് ട്രൈബ്യൂണലിലും എല്ലാ ഇഡി മാറ്റേഴ്സിലും റെഗുലറായിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരാളാണ്. ഇഡിയെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇഡിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ഇഡിയെ വെല്ലുവിളിക്കുകയും ഇഡിയെ നിസാരവൽക്കരിക്കുകയും ഇത്തരത്തിൽ അതിനൊരു രാഷ്ട്രീയ മാനം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് വിരൽ ചൂണ്ടാവുന്നത്, അവർക്ക് ശക്തമായി തളയ്ക്കാൻ കഴിയുന്നത് കുറ്റാരോപിത മാത്രമാണ്. ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു സഫർ. ഇപ്പോൾ ഇങ്ങനെ ഇവരെ ഇത് തടസ്സപ്പെടുത്തിയതിലൂടെ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇത് കൂടുതൽ ഇതിൻ്റെ അന്വേഷണം കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോഴാണ് ഇതിനകത്തുണ്ടാകുന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഇതിനകത്തെ ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഡി ഇപ്പോൾ അത് അന്വേഷിക്കില്ല. പക്ഷേ ഇഡി അന്വേഷണത്തിലൂടെ ഇതിനകത്തൊരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി വീണ തായ്ക്കണ്ടിയിലിനെ സംബന്ധിച്ചിടത്തോളം കടലും ചെകുത്താനും ഇടയ്ക്കുള്ളൊരവസ്ഥയാണ്. കാരണം ഈ കോർപ്പറേറ്റ് ഫ്രോഡ് പ്രകാരം ചെയ്യാത്ത സർവീസിനാണ് താൻ പണം വാങ്ങിയിട്ടുള്ളത് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് കർത്തായിക്ക് അവിടെ പ്രശ്നമുണ്ടായേക്കാം. കർത്തായിക്ക് അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെയും ഇവർക്ക് 3 വർഷം മുതൽ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ്. അപ്പം മിനിമം 3 വർഷമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല, അത് ഡിനൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്നത് പോലുള്ള ക്രിമിനൽ കൊടുക്കൽ വാങ്ങലുകൾ, കേരളത്തിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇദ്ദേഹത്തിൽ നിന്നും വാങ്ങിയ പണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് അധികാരത്തിലിരുന്ന വ്യക്തികൾ, അത് മുഖ്യമന്ത്രിയാകാം, ആരൊക്കെയാണോ ഈ വകുപ്പിന്റെ ചുമതലകളിൽ ഇരുന്നിട്ടുള്ള, അവർക്ക് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ കൈമുതലാക്കാൻ വേണ്ടി ഇവരൊരു കണ്ടിയുവായി, ഇവരവിടെ ഒരു ചാനലായി മാറുകയായിരുന്നു എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുൾപ്പെടെ അന്ന് ചുമതലയിൽ ഭരണത്തിലിരുന്ന ആൾക്കാരുൾപ്പെടെ അഴിമതി നിരോധന നിയമത്തിന്റെ 13-ാം വകുപ്പ് പ്രകാരമുള്ള ക്രിമിനൽ മിസ്കോണ്ടക്ട് എന്ന് പറയുന്ന ഒഫൻസിനെ സംബന്ധിച്ച് പിന്നെ CBIക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ കഴിയും. അങ്ങനെ CBI വരണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈക്കോടതി ഓർഡർ വേണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്പെസിഫിക് കൺസെന്റ് വേണം. അങ്ങനെ സ്പെസിഫിക് കൺസെന്റ് കൊടുക്കുന്നതിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് വൈമുഖ്യമൊന്നുമില്ല. സെക്ഷൻ 13 പ്രകാരവും 3 വർഷം മുതൽ 10 വർഷം വരെയാണ് അവിടെയും ശിക്ഷ. അപ്പോൾ ബൈ ആൻഡ് ലാർജ് സെയിം ഒഫൻസ് ആ ഒരു ബാൻഡിൽ തന്നെ കിടക്കുന്ന 2 തരത്തിലുള്ള, ഒരു ഭാഗത്ത് കടല്, മറ്റൊരു ഭാഗത്ത് ചെകുത്താൻ. അപ്പൊ ഇത്തരത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇഡിയെ ഈ രീതിയിൽ പ്രകോപിപ്പിക്കുക വഴി ഇനി അവർ കഠിനമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കും. പാർട്ടിക്കാർക്ക് അവിടെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അക്കൗണ്ട് മരവിച്ചു എന്ന് കേട്ടില്ല, അവർ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഇപ്പോൾ പാസ്സാക്കും. ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞ് ശ്രീമതി വീണയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും അവർ പ്രൊവിഷണലി അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ അവർ കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അത് കൺഫേം ചെയ്തെടുക്കും. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ പൊസഷനും അവർ ഏറ്റെടുക്കും. സ്പെഷ്യൽ കോടതിയിൽ അത് ക്രിമിനൽ നടപടിക്രമങ്ങൾ പാരലലായിട്ട് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഇനി നിരവധി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ലീഗൽ സ്ട്രഗിളിലേക്ക് ഇവരെ വലിച്ചിട്ട് വീറും വാശിയോടും കൂടി കൊടുക്കുകയായിരുന്നു ഈ ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത പാർട്ടി നേതാക്കന്മാർ. ഇതിനുവേണ്ടി ചാടി ഇറങ്ങിയ ഈ പൊട്ടന്മാർ ഇപ്പോൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലെജിസ്ലേഷനാണ്. ഞാൻ അതിൻ്റെ ദുരുപയോഗത്തിൻ്റെ വശത്തിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലെജിസ്ലേഷനാണ് ഈ പറയുന്ന PMLA നിയമം എന്ന് പറയുന്നത്. ആ PMLA നിയമത്തിനകത്തെ സെക്ഷൻ 2-ൽ മണി ലോണ്ടറിങ് എന്താണ് എന്ന് പറയുമ്പോൾ അത് വെറുതെ നാം പറയുന്ന പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ വളരെ സിമ്പിൾ അല്ല. അത് ക്രിമിനൽ പണവും അതിൻ്റെ വെളുപ്പിക്കലുമാണ്. എന്താണ് ലോണ്ടറിങ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്, അത് സെക്ഷൻ 3-ൽ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ 3 എന്താണെന്ന് നോക്കുമ്പോൾ ഒരു ക്രൈമിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രൊസീഡ്സ്, ഒരു ക്രൈമിൽ നിന്നും ജനിതകമായിരിക്കുന്ന പണം, ആ പണം നിയമപരമായിട്ടുള്ള പണമാണെന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ
അത് മണി ലോണ്ടറിങ് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്യുന്നതിനോ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനോ അത് അതിനുവേണ്ടി സഹകരിക്കുകയോ സഹായിക്കുകയോ ചെയ്യുകയും അത് നിയമപരമാണെന്ന് പ്രൊജക്റ്റ് ചെയ്യുകയും ആ ക്ലെയിം എങ്ങനെയാണ് വരുന്നത്? ഇവർ ഈ പറയുന്ന പോലെ ജി എസ് ടി അടച്ചെന്നുള്ള ഡിഫൻസ് വരുമ്പോൾ അവിടെ സെക്ഷൻ 3ഉം 4ഉം സ്ക്വയർലി അവിടെ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. എന്തായാലും പാർട്ടിയിലെ നിയമപണ്ഡിതന്മാർ ഇതുപോലെ GST അടച്ചു എന്നതുകൊണ്ട് ഇതൊരു ക്രൈം അല്ല എന്ന് പറയുമ്പോൾ അവരെ ആ സ്പെസിഫിക് ഗ്രൗണ്ടിൽ തന്നെ സെക്ഷൻ 3 പ്രകാരം മണി ലോണ്ടറിങ് അട്രാക്ട് ചെയ്ത് സെക്ഷൻ 4 പ്രകാരം കൺവിക്ട് ചെയ്യാൻ, കോർപ്പറേറ്റ് ഫ്രോഡാണ് ഇപ്പോൾ. ഇനി അതിന്റെ മറ്റ് മാനങ്ങൾ ED അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇപ്പോൾ വാശിയും വീറും കൂടിയിട്ടുണ്ട്. അവർ വെറുതെ വിടാൻ പോകുന്നില്ല. അന്വേഷിച്ച് ചെല്ലുമ്പോൾ കർത്തായെ പ്രോപ്പറായിട്ടൊന്ന് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് കുഴിച്ചു കഴിഞ്ഞാൽ സത്യത്തിന്റെ നീരുറവ ഒരു കളങ്കവും ഇല്ലാതെ പുറത്തേക്ക് വരും. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാം പുറത്തു വരും. ഇതെല്ലാം EDയുടെ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ CBIക്കും സ്റ്റെപ്പ് ഇൻ ചെയ്യാനൊക്കും. അത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും ഈ മെറ്റീരിയൽ ഒരു ഹൈക്കോടതിയുടെ റെക്കോർഡിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഡയറക്ഷൻ പ്രകാരവും അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത് സഹിതം അടപടലം ഇത് സഹിതം പൊക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ വെറും ഒരു മോൾ ഹില്ലായിട്ട് മാറിപ്പോകാവുന്ന, ഒരു മറുകായിട്ട് മാഞ്ഞു പോകാവുന്ന ഒരു വിഷയത്തെ ഒരു പർവ്വതമാക്കി മാറ്റിയെടുത്തതിന് തിരുവനന്തപുരത്തെ ഈ പ്രാദേശിക അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർക്ക് തീർച്ചയായിട്ടും സ്തുതി പാടേണ്ടതായിട്ടുണ്ട് എന്ന് ഈ കുറ്റകൃത്യത്തിൽ ആരോപിതരായിരിക്കുന്ന വ്യക്തികൾക്ക് വൈകാതെ മനസ്സിലാകും.